ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് മഴയൊന്നുമില്ലാതെ നല്ല തെളിഞ്ഞൊരു ദിവസമാണ്. എൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. പക്ഷേ ചേച്ചിക്ക് എക്സാം ഉണ്ട്. അപ്പം ഇന്ന് അവൾ എക്സാമിന് പോവാണ്. സാധാരണ എനിക്ക് എക്സാം ഉണ്ടാകുമ്പോൾ ടുട്ടൂനെയും ദുദ്ദുവിനെയും അമ്മയും ചേച്ചിയും നോക്കും. അവൾക്ക് എക്സാം ഉണ്ടാകുമ്പോൾ ടുട്ടൂനെയും ദുദ്ദുവിനെയും ഞാനും അമ്മയും കൂടി നോക്കും. അപ്പോൾ ഇന്ന് ആ ഒരു വ്ലോഗാണ്. അവൾക്ക് ഉച്ച കഴിഞ്ഞാണ് എക്സാം. അപ്പോൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ അവൾ പോകും. ഇതാണ് എൻ്റെ ദുദ്ദു. ചേച്ചിതാ റെഡി ആയിട്ട് ജീപ്പിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ടുട്ടുനെയും ദുദ്ദുനെയും കാണാതെയാണ് ഇറങ്ങിയത്. കണ്ട രണ്ടുപേർക്കും കൂടെ പോണം, പിന്നെ ആകെ കരച്ചിലായിരിക്കും. കുറേ ദിവസത്തെ അടഞ്ഞ മഴയ്ക്ക് ശേഷം ഇന്നാണ് കേട്ടോ ഒരു തെളിച്ചം വന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ തുണിയൊക്കെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ജീപ്പ് വന്നപ്പോൾ അവള് പോയിട്ടോ. ടുട്ടാമി നല്ല ഉറക്കാണ് കേട്ടോ. അവളെ ഉറക്കിയിട്ടാണ് ചേച്ചി പോയത്. അവളിതാ കിടത്തി. ആ കാണുന്നത് ഇവരുടെ ബബ്ലുബായി ആണ് കേട്ടോ. രണ്ടുപേർക്കും ഇതിനെ വലിയ കാര്യമാണ്. ഇനിതാ ഈ വാശിക്കുടുക്കനും കൂടി ഉറക്കണം കേട്ടോ. അങ്ങനെ ഒരു അരമുക്കാൽ മണിക്കൂറത്തെ ആടലും പാടലും മൂളലൊക്കെ ആയിട്ട് ദുദ്ദുബി ഉറങ്ങി കേട്ടോ. രണ്ടുപേരും കൂടി ടോയ്സ് ഒക്കെ ഫുള്ള് നിരത്തിയിട്ടുണ്ട്. ഞണ്ടൊക്കെ ശീർഷാസനത്തിലാണ്. ഇനി ഇതെല്ലാം പെറുക്കി വെക്കണം കേട്ടോ. അത് തന്നെ ഒരു ടാസ്ക് ആണ്. ഞങ്ങളുടെ ഒരു മെയിൻ പണി തന്നെ ഇതാണ് കേട്ടോ. അവര് വലിച്ചിടും, ഞങ്ങൾ ഒതുക്കി വെക്കും. ഇപ്പൊ ഫുള്ള് ക്ലീനായി. ഇതവർ ഉറങ്ങി എണീക്കണ വരെ ഉള്ളൂ കേട്ടോ. എന്നാലും ഇങ്ങനെ കാണുമ്പോൾ ഒരു സുഖം. ഇനി കുറച്ചു നേരത്തേക്ക് ഇവിടെ ഫുള്ള് സൈലന്റ് ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കണം കേട്ടോ, കാരണം ഈ കള്ളവെയിലിനെ വിശ്വസിക്കാൻ പറ്റൂല. മഴക്കാലമായ എല്ലായിടത്തും ഇത് തന്നെയല്ലേ അവസ്ഥ. തുണി ഉണക്കാൻ തന്നെ ഒരാൾ കാവലിരിക്കണം. വയറ് ചെറുതായി കാളി തുടങ്ങിട്ടോ, പക്ഷെ ചോറിനാനോട്ട് തോന്നുന്നില്ല. അപ്പം ഞാൻ കരുതി എന്നാ മാങ്ങ കഴിക്കാന്ന്. എൻ്റെ ഒരു ഫേവറേറ്റ് ഫ്രൂട്ടാണ് കേട്ടോ മാങ്ങ. എന്നെപ്പോലെ ദുദ്ദുവിന് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അവൻ ഇങ്ങോട്ട് വന്ന് ചോദിച്ചു കഴിക്കുന്ന ഒരൈറ്റം മാങ്ങയാണ് കേട്ടോ. മാങ്ങണ്ടീരെ പോലെ ഞാൻ വെറുതെ വിടാറില്ല. അതിൻ്റെ അവസാന രക്തം വരെ ഞാൻ ഊറ്റി കുടിക്കും. പിന്നെതാ ആസ്വദിച്ച് മാങ്ങയൊക്കെ കഴിച്ചു. ഇങ്ങനെ കിട്ടുന്ന ഈ ടൈമൊക്കെയാണ് കേട്ടോ ഞങ്ങൾക്ക് മീ ടൈം. അമ്മ ടുട്ടുവിൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും കൂടെ കിടന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഉറങ്ങും, ഇല്ലെങ്കിൽ പൂച്ചുറക്കാണ്. കുറച്ച് പാത്രമൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അവർ ഉറങ്ങുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഇതൊക്കെ ചെയ്തു വെക്കുക. ഈ ഡ്രൈയിങ് റാക്ക് നമ്മൾ ഓൺലൈനിൽ വാങ്ങിയതാട്ടോ. ഇതൊരു അടിപൊളി ഐറ്റാ. വെള്ളം വേറെ എവിടെയാവില്ല, അതിൻ്റെ താഴെയുള്ള ആ റാക്കിലേക്കേ വീഴുള്ളൂ. പിന്നെ നമുക്കത് എടുത്ത് കളയാം, ഇല്ലെങ്കിൽ അത് ഒഴുകിയ സിങ്കിലേക്ക് വീണുള്ളൂ കേട്ടോ. അവരുടെ ഒരു വണ്ടി ഇവിടെയാണ് കേട്ടോ പാർക്ക് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്കും കൂടെ നിൽക്കണം. അപ്പം നമ്മൾ ഇതിലിരുത്തിയിട്ട് വല്ല ഉള്ളിയോ കിഴങ്ങോ തവിയോ സ്പൂണൊക്കെ കൊടുക്കൂട്ടോ. പിന്നെ കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ട്. ഇവിടുത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഉണങ്ങിയതിനേക്കാൾ കൂടുതൽ ഉണങ്ങാനുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ദുദ്ദു എണീറ്റു കേട്ടോ. എണീറ്റപ്പോൾ എന്നെ കാണാത്തോണ്ട് ആൾ അത്ര നല്ല മൂഡിലല്ല കേട്ടോ. ടുട്ടുമി എണീറ്റു. പിന്നെ ഇതാ രണ്ടാളും കൂടി കളിയാണ്. എത്ര ടോയ്സ് ഉണ്ടെങ്കിലും ഇവർക്ക് ഈ ടോർച്ചും പാത്രമൊക്കെയാണ് കേട്ടോ പിടുത്തം. രണ്ടുപേർക്കും എപ്പോഴും ആരെങ്കിലും ഒരാൾ കൂടെ വേണം കേട്ടോ. നമുക്ക് ചെറുപ്പത്തിൽ ഇതേപോലെ ടോയ്സ് ഒന്നും കിട്ടാത്തതുകൊണ്ട് അവരെ പോലെ തന്നെ നമുക്കും എക്സൈറ്റ്മെന്റ് ആണ്. ഞങ്ങളും അവരുടെ കൂടെ ഇരുന്ന് കളിക്കൂട്ടോ. അവരവിടെ ഇരുന്ന് കളിക്കുമ്പോഴേക്കും ഞാൻ ചോറുണ്ടാന്ന് വിചാരിച്ചു. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ചോറും കറിയൊക്കെ പതിവില് നേരത്തെ എണീറ്റ് ഉണ്ടാക്കൂട്ടോ. പിന്നെ ഇവരുടെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ ടൈം കിട്ടൂല. ഇന്നത്തെ സ്പെഷ്യൽ പരിപ്പും ബീൻസും കറിയാണേ. പിന്നെ കൂട്ടിന് നമ്മുടെ പപ്പടവും. എൻ്റെ ഒപ്പം ചോറ് കഴിക്കാൻ ടുട്ടുവും വന്നു കേട്ടോ. ടുട്ടുവിന് നമ്മൾ കഴിക്കുമ്പോൾ കൂടെ കൊടുത്താൽ അവള് കഴിച്ചോളൂ. അവൾക്കായിട്ട് എടുത്തു കൊടുത്താൽ ഭയങ്കര മടിയാ കഴിക്കാൻ. ദുദ്ദു നേരെ ഓപ്പോസിറ്റ് ആണേ. എൻ്റെ പപ്പടം കഴിക്കാൻ ദുദ്ദുബി വന്നു കേട്ടോ. പപ്പടത്തിൻ്റെ ആളാണ് ദുദ്ദു. കഴിച്ചു വന്നപ്പോഴേക്കും എനിക്കൊരു പാർസൽ ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വെയിലിനെ വിശ്വസിക്കാൻ പറ്റൂലെന്ന്. അതിൻ്റെ ഇടയിൽ മഴ പെയ്തു. ആ മഴ കൊണ്ട് എൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് കേട്ടോ ഇപ്പം എൻ്റെ ശബ്ദത്തിലൊരു പിടുത്തം. ഇനിയാണ് ഇവിടെ ഞാനും എൻ്റെ കുട്ടിയും തമ്മിലുള്ള അംഗം തുടങ്ങാൻ പോണത്. ഭക്ഷണം കഴിക്കാൻ ദുദ്ദുന് ഭയങ്കര മടിയാ. തരും പപ്പടൊക്കെ തരും. ചോറുണ്ടാലേ പപ്പടം തരുള്ളൂ. പപ്പടം
ഇതാണ് ടുട്ടുവിന്റെ തത്ത. ടുട്ടുവിന് ഇതിനെ ഭയങ്കര ഇഷ്ടാട്ടോ. ഇവിടുത്തെ ലേഡി ഗുണ്ടയാണ് ഇവള്. അമ്മ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇതേപോലെ രണ്ടുപേരും തമ്മിൽ കുറുമ്പും ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഔട്ട്ഫിറ്റൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ. ഇന്നത്തെ സെക്കൻഡ് ഔട്ട്ഫിറ്റാണിത്. ഒരു ദിവസം മിനിമം 3 എണ്ണം, അതാണ് കേട്ടോ കണക്ക്. ഇനി ഞങ്ങളുടെ പ്ലേ ടൈമാണ്. അടുത്തതായി അരങ്ങേറാൻ പോണത് ഞങ്ങളുടെ കൾച്ചറൽ ഇവന്റ്സ് ആണ് കേട്ടോ. ഇവിടുത്തെ ഓഡിയൻസും ജഡ്ജസും ഒക്കെ ഇവർ രണ്ടുപേരും തന്നെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ ഡാൻസ് ഒക്കെ കളിച്ചു. ഇതൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേരും അടുത്ത ഉറക്കമായിട്ടോ. ഇനി കുറച്ചു നേരത്തേക്ക് വീണ്ടും നിശബ്ദതയായിരിക്കും. പുറത്ത് മഴ നല്ല തകൃതിയിൽ പെയ്യുന്നുണ്ട്. സ്റ്റാൻഡൊക്കെ എടുത്ത് ഇങ്ങോട്ട് കയറ്റി വെച്ചു കേട്ടോ. ഇതും നമ്മൾ ഓൺലൈനിൽ വാങ്ങിയതാ. ഇതുള്ളതുകൊണ്ട് ഇപ്പോൾ വലിയ ഉപകാരമാണ്. മഴ വന്നാലും വെയിൽ വന്നാലും തുണിയൊക്കെ വേഗം എടുത്തു വെക്കാം. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ് ചേച്ചി വന്നു കേട്ടോ. അവൾ വന്നപ്പോൾ പഴംപൊരി കൊണ്ടുവന്നിരുന്നു. ഞാൻ അത് കഴിക്കുക. കുട്ടികൾ ഇപ്പോഴും നല്ല ഉറക്കാ. ഇനി അവരുടെ കൂടെ കിടന്ന് കുറച്ചു നേരം ഞങ്ങളും ഉറങ്ങൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.